ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കണ്ണാടൻ്റെ ചേട്ടൻ എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലേ. നമ്മൾ കുമരകത്തിലേട്ടാ, കുമരകത്ത് ആണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു വിത്ത് വ്ളോഗ്സ്. കണ്ണാടൻ്റെ ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. കണ്ണാട എല്ലാം കിട്ടുമോ? കിട്ടും. കണ്ണാടൻ്റെ ചേട്ടനാണ് നിൽക്കുന്നത്. ഹായ് എടുത്തേ. അപ്പം നമ്മുടെ രണ്ടുപേരുണ്ടായിരുന്നു അവിടെ എവിടെയാ പോയി. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ നല്ല മീനിൻ്റെ നല്ല വെട്ട് അല്ലേ, വെട്ടുന്നല്ലേ ഇനി പറയുന്നത്? നല്ല വെട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടോ നമ്മുടെ ചാനലിൽ ഫിഷിംഗ് വീഡിയോ ഒക്കെ വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. വരമ്പുണ്ടല്ലോ, ആ വരമ്പിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുവാണ്. രണ്ടുപേര് വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരും. ഞങ്ങളുടെ കൂടെ വന്നാണ് കസിൻസ്. അഞ്ഞച്ചേരെ എവിടെ വന്നപ്പോൾ നല്ല ഒരു പാമ്പാണോ മഞ്ഞച്ചേരാണോ? ഇപ്പൊ കാണിക്കാം. അതെ, ഇവരാണ് രണ്ടുപേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹായ് കൊടുത്തടാ. ഇവൻ വീഡിയോ കണ്ണാടിന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇവർ രണ്ടുപേരൊക്കെ? അപ്പം എൻ്റെ വീഡിയോയിൽ ഇവർ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫിഷിങ് തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെ പഞ്ഞച്ചാര ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല, ഇവർ കണ്ടു. നമുക്ക് നേരെ ഇനി ഫിഷിങ്ങിലേക്ക് പോകാം. സാധനം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വെള്ളം കയറ്റാനും ഇറക്കാനും ഉള്ള സംഭവമാണ് കേട്ടോ, മോട്ടർ. ഇതാണ് കേട്ടോ സംഭവം. ഇത് പാടത്തേക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും ഉള്ള മോട്ടറാണിത്. കണ്ടോ, ഇതവിടെ സംഭവങ്ങളകത്തൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടുത്തെ കായലാണ് കേട്ടോ. അത് കണ്ടോ, ആ കായലിൽ നിന്നുള്ള വെള്ളം മോട്ടർ വഴി ഇങ്ങോട്ട് ഇറക്കുകയും കയറ്റുകയും ചെയ്യും കേട്ടോ. നമ്മളിത് രണ്ടുപേരും ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഒരു ചൂണ്ട പൊട്ടിച്ചല്ലേ? ഒരു ചൂണ്ട പൊട്ടിച്ച്. മീനുണ്ട് കേട്ടോ, നല്ല ഇഷ്ടം പോലെ മീനുണ്ട്. എന്റെ വീഡിയോ എടുക്കുന്നില്ലേ? S24 Ultra. മീനുണ്ട്. ഓ, ഇത് കാരിക്കുഞ്ഞ് കേട്ടോ. അതേണ്ട, മീൻ കിട്ടി. നമ്മളിന്നെ വിടുവാണ് കേട്ടോ. ചെറിയ സാധനമല്ലേ, നമ്മളിന്നെ വിടുക. എനിക്ക് പേടിയാ. നമ്മള് വിടുവാണ് കേട്ടാ. അതിനിപ്പോ വിടും. അങ്ങോട്ടേക്ക് നടക്കാൻ പോകണം. കുറച്ച് മുമ്പ് അങ്ങോട്ട് നടക്കാൻ പോയെങ്കിലും അങ്ങോട്ടേക്ക് പോയില്ല. അവന്മാര് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകും. എന്താണ് ചാല് പോലെ. അത് ഈ ടൈമിലാണ് ഈ വെള്ളം ഇങ്ങനെ ആയി കളയുന്നത്, അതോ മഴ സമയത്ത് ഇങ്ങനെ വെള്ളം ഇതായി കളയുമായിരിക്കും അല്ലേ? ഓ, അടുത്ത വിളക്ക് വേണ്ടിട്ട് അങ്ങനെയാണോ? ഓ, ഇവരൊക്കെ ഭയങ്കര കൃഷിയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നോണ്ട് ഇവർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ കേട്ടോ. എനിക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനും കണ്ണാടനും കൂടെ ഒരു വീഡിയോയിൽ വരുന്നത്. അല്ല കണ്ണാടാ, കുറെ നാളായി. ഇതേ ചാണ കേട്ടോ കിട്ടിയത്. എന്താണ് കാര്യല്ലേ? കാരി. ഇതിന് വലുതുണ്ടെന്നാണ് അവന്മാര് പറയുന്നത്. നോക്കാം. പക്ഷേ കേട്ടോ, ഭയങ്കര കാറ്റും ഒരു ഒറ്റക്കൊക്കെ വന്നുകൊണ്ടിരിക്കാം കേട്ടോ. നമുക്ക് മനുഷ്യല്ലേ, ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഭയങ്കര കാമൻ ക്വറ്റാണ് ഇവിടെ. ആൾക്കാരങ്ങനൊന്നും വരതാത്തൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടെ ആ പാടത്തിൻ്റെ അടുക്കൊക്കെ പോയിരിക്കാം. പക്ഷെ പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് സൂക്ഷിക്കണം, എന്നിട്ട് വന്നിരിക്കാം കേട്ടോ. നല്ല കാറ്റും തണലും എല്ലാം ഉണ്ട് ഇവിടെ. വലിയൊരു സാധനം, അടിപൊളി. കൂട്ടത്തിൽ വലുത് കേട്ടോ. സാധനമുണ്ട്, ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അതാ കിട്ടിയേട്ടാ, വലുത് കിട്ടിയേട്ടാ, വലുത് കിട്ടി എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഈ 2 അവന്മാർക്ക് കിട്ടിയേട്ടാ. അവിടെ കവറിൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവരും കിട്ടിയത്. ഒന്നും കിട്ടിയില്ലേ? എന്ത് പറ്റി? അത് ഈ പാടം സൈഡിൽ. പക്ഷെ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു കുറെ ബാക്കിലുള്ള ഈ മോട്ടറിന്റെ കാര്യമായിട്ടോ പറഞ്ഞു. ഈ മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് വലിയ മീനൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ചെറിയ 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 മീനിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ. നമുക്കിങ്ങനെ വലിയൊരു ഇതിന്റെ കാര്യം എന്നല്ലേ പറഞ്ഞു, ആ കാര്യനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു കാര്യനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ ദുബായിലായിരുന്നു? ആരാ? ഞാനാ? എന്താ എനിക്ക് എന്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാ ഇതിന്. ഇതിന്റെ പേര് രായപ്പം ബീപ്പി. രായപ്പം ബീപ്പി. ആ, അപ്പൊ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് രായപ്പം ബീപ്പി. കിട്ടിയാ? നല്ലൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്. ശിവനെ നല്ലൊരു കൊത്ത് കിട്ടിയാണ്. കുത്ത് കിട്ടിയല്ലേ, മേടിച്ചായിരുന്നല്ലോ. നീ തന്നെ കുത്തി കയറ്റിയല്ലേ? അല്ലല്ല, പിന്നെ ഓടിച്ചപ്പോഴേ ഈ രായപ്പം ബീപ്പി നോക്കണ്ടായിരുന്നാണോ ചേട്ടന്റെ കൈ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് പോയതിന്റെ ഒരു വലിയ ഒന്നും നടന്നില്ല. ചെറിയ 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 മീനുകളെ കിട്ടിയല്ലേ. അതെ, പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന് വർക്കിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി സൺഡേ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇറങ്ങിയ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇരിക്കുന്ന ചൂണ്ടപ്പുറത്തെല്ലാം വലിയ കുളത്ത്, അവിടെ കിടക്കുന്ന മീനെല്ലാം കുഞ്ഞു മീന. അപ്പൊ തന്നെ വന്നപ്പോ തന്നെ എന്തായാലും സാധനം ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ കണ്ടത്തിന്റെ നടുക്ക് നല്ല രസമല്ലേ കാണാൻ. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ്. കുമരകം ഏരിയ ആണ്. കുമരകം ഏരിയ ഇച്ചിരി ഉള്ള ഏരിയ ആണ് കേട്ടോ. കുമരകത്ത് നമ്മൾ ആ ഒരു കുമരകം ആ പാലല്ലേ, ആ പാലത്തിന് താഴത്തേക്ക് കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചൊരു ഉള്ള ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അല്ല കിഡിലും വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇവന്റെ ഗാർഡൻ വീഡിയോസിൽ ഞാനും ഉണ്ടാവും. അതായത് എന്റെ യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ പരിപാടിയൊക്കെയാണ്. അപ്പൊ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, ചെടികളോടും ഇതുപോലുള്ള ഗാർഡനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് എന്നാണ് പേര് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ ഓരോ വീഡിയോസ്, ഓരോ വർക്കിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പൈസ മേടിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക, ഫോളോ ചെയ്യാം. എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അപ്പം എന്തെങ്കിലും വർക്ക്, ഗാർഡൻസിന്റെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അതെ അജിത് കണ്ണാൻ വിളിക്കാവുന്നതാണ്. നമ്പർ ആലപ്പുഴ സ്ഥലം. എവിടെ വേണമെങ്കിലും വന്ന് വർക്ക് ചെയ്താൽ തരും അല്ലേ? നമുക്ക് അത്യാവശ്യം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പ്ലാൻ ചെയ്തു. പിന്നെ അതൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പം അടുത്ത വീഡിയോ കാണാം. അയ്യോ, അത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ അടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എന്നെ വിളിച്ച് വെച്ചേക്കണേ. അപ്പൊ ബൈ.